നമസ്കാരം. പാനൂരിലെ ബോംബ് സ്ഫോടനം കെ ശൈലജ എന്ന് പറയപ്പെടുന്ന MLA മുൻ ആരോഗ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് വസ്തുത. പാനൂരിലെ കുന്നോത്തുംപറമ്പ് മുളിയാത്തോട് സ്ഫോടനത്തിൽ വടകരയുടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വടകരയിലെ തൻ്റെ വിജയസാധ്യതകളെ ബാധിക്കുമെന്ന് തന്നെയാണ് ശൈലജയുടെ നിലപാട്. CPM സംസ്ഥാന നേതൃത്വത്തെ ശൈലജ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. പാർട്ടി ഗ്രാമത്തിലുണ്ടായ സ്ഫോടനവും മറ്റും ഏത് സാഹചര്യത്തിലാണ് എന്ന് അന്വേഷിക്കണമെന്നും സംഭവം വിവാദമാകാതെ അധിക കരുതൽ വേണമെന്നുമാണ് ശൈലജയുടെ ഇപ്പോഴത്തെ ആവശ്യം. അതേസമയം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനൊപ്പമുള്ള ശൈലജയുടെ ഫോട്ടോ അതാണ് വിവാദമായത്. കേസിലെ പ്രതികൾക്ക് CPMുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞതായി കോൺഗ്രസും ഒപ്പം തന്നെ BJPയും ആരോപിക്കുന്നുണ്ട്. ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് തൻ്റെ കൂടെ പലരും ഫോട്ടോ എടുക്കാറുണ്ട് എന്നും ഇവരുടെയൊന്നും പശ്ചാത്തലം നോക്കാറില്ലെന്നുമാണ്. പക്ഷേ അതിന് വിശദീകരണം ശൈലജ നൽകിയത് പോരാ. ആ വിശദീകരണം പോരാ. സ്ഫോടനവുമായി പാർട്ടിക്ക് ബന്ധമില്ല, എല്ലാ പാർട്ടികളിലും ശരിയല്ലാത്ത പ്രവണതകൾ ഉള്ളവരുണ്ടാകുമെന്നും സ്ഫോടനത്തിലെ പ്രതികളെല്ലാം മറ്റു പാർട്ടികൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നതെന്നും ശൈലജ പ്രതികരിച്ചു. അതും പോരാ. ഇങ്ങനെയൊക്കെ വിശദീകരിക്കുമ്പോഴും കടുത്ത അതൃപ്തിയിലാണ് ശൈലജ എന്നുള്ളതാണ്. TP വധവുമായി ബന്ധപ്പെട്ടിട്ട് EP ജയരാജൻ നേരത്തെ നടത്തിയ പ്രതികരണങ്ങളും ശൈലജ വളരെ ഗൗരവത്തോടു കൂടിയായിരുന്നു അതിനെ കണ്ടിരുന്നത് അല്ലെങ്കിൽ എടുത്തിരുന്നത് എന്നുള്ളതാണ്. പരാതിപ്പെട്ടതോടെ തന്നെ പാർട്ടി ജയരാജനെ നിയന്ത്രിച്ചു. അതിലും അപ്പുറത്തേക്ക് തൻ്റെ സാധ്യതകളെ ബാധിക്കുമെന്നാണ് പാനൂർ സ്ഫോടനം എന്ന വിലയിരുത്തലെന്ന് ശൈലജയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായിട്ടുള്ള അന്വേഷണം, പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ഇടപെടൽ, ഇതൊക്കെ ഉണ്ടാകണമെന്ന നിലപാടിലാണ് കെ ശൈലജ. എന്നാൽ പാനൂർ സ്ഫോടനത്തിൽ നടപടിക്ക് CPM തൽക്കാലം നിർദ്ദേശം നൽകില്ല. പകരം കുറച്ച് കരുതലോടെ നടപടിയെടുത്ത് മുന്നോട്ട് പോകും. അതിനുള്ള സാധ്യതകൾ മാത്രമാണ് കാണുന്നത്. പക്ഷേ അവിടെയും കെ ശൈലജ തളരാതെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാർട്ടി നൽകുന്ന ഏത് പണിയും ശിരസാ വഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാനാർത്ഥിയായി കെ ശൈലജയെ കാണാമെന്നാണ് പാർട്ടിയും പാർട്ടിക്കാരും പാർട്ടി പ്രവർത്തകരും പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. നിങ്ങൾക്ക് പാടേ തെറ്റി. കാരണം പാനൂരിൽ നടക്കുന്ന ഈയൊരു കേസ്, ബോംബ് സ്ഫോടനം, അത് പാർട്ടി ഗ്രാമങ്ങളിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നുള്ള സൂചനയാണ് കെ ശൈലജ നൽകുന്നത്. പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന ബോംബുകളെന്ന് പറയപ്പെടുന്നത് വിഷുവിന് പടക്കം പൊട്ടിക്കാനല്ലല്ലോ, എന്തായാലും മറ്റൊരുവൻ്റെ നെഞ്ച് തകർക്കുവാൻ തന്നെയായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ഇനി പാനൂരിൽ ബോംബ് സ്ഫോടനം നടക്കുന്ന ദിവസം, അതായത് ഇന്നവിടെ ഷാഫി പറമ്പിൽ പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി എത്തേണ്ട ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ തലേ ദിവസം അവിടെ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ ബോംബ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് ഷാഫി പറമ്പിൽ പറഞ്ഞ വാദമാണ് ഞാനീ പറഞ്ഞത്. താൻ അവിടെ നാളെ തെരഞ്ഞെടുപ്പ് പ്രചരണമായി വരുമ്പോൾ ചിലപ്പോൾ നമുക്കെതിരെ പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള ബോംബുകൾ നിർമ്മിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം കോൺഗ്രസ്സുകാരനായ ഷാഫി പറമ്പിൽ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ കെ ശൈലജ വളരെ സമചിത്തതയോടുകൂടി പെരുമാറുകയാണ്. അവർക്ക് മനസ്സിലായി തന്നെ MLA പദവിയിൽ നിന്നും രാഷ്ട്രീയ വനവാസത്തിലേക്ക് അയക്കുക എന്നൊരു ലക്ഷ്യം CPMനുണ്ട് എന്നുള്ള കാര്യം സംശയമില്ലാത്തതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെന്ന് അവർക്ക് മനസ്സിലാവുന്നു. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ അവർ നേടിയെടുത്ത ജനകീയത, ആ ജനപ്രിയത, അതുകൊണ്ട് തന്നെയാണ് അവർ ചില ആൾക്കാരെങ്കിലും ചിലപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തപ്പെടുമെന്നൊക്കെ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം വട്ടം മന്ത്രിയാകണ്ട എന്നുള്ള പിണറായി വിജയൻ്റെ ദുശാഠ്യം കാരണം അവർക്ക് മന്ത്രി പദവി പോലും കിട്ടിയില്ല. പകരം MLA ആയി ഇപ്പോഴും അവർ അങ്ങനെ തുടരുകയുമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ MP പദത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി വടകരയിൽ കൊണ്ട് സ്ഥാനാർത്ഥിയായി അങ്ങനെ മത്സരിപ്പിക്കുമ്പോൾ എന്താണ് ഉദ്ദേശം CPMൻ്റേതെന്ന് ചോദിച്ചാൽ പരാജയപ്പെടുത്തുകയാണോ എന്ന് ചിലപ്പോൾ കെ ശൈലജ പോലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ഒന്നുകിൽ പരാജയപ്പെടുത്തി കൂട്ടിലടയ്ക്കുക, ഇല്ലെങ്കിൽ വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് പറഞ്ഞയച്ച് അവരെ ഇവിടെ നിന്നും തുരത്തുക എന്നുള്ളതാണ് CPMൻ്റെ ലക്ഷ്യം. രണ്ടായാലും നഷ്ടം കെ ശൈലജയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കെ ശൈലജ പറയുന്നത്, ബോംബ് സ്ഫോടനം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നടപടികളെടുത്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അത് CPM പ്രവർത്തകരാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് എത്രയൊക്കെ പ്രതിരോധം തീർത്താലും നാളെ അവർ തിരിച്ചറിയപ്പെടും, ഇവരെല്ലാവരും സഖാക്കന്മാരായിരുന്നു എന്നുള്ളത്. അപ്പോൾ ശൈലജയുടെ സഖാക്കന്മാർ പോലീസുകാർക്ക് പ്രതികളായി മാറിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സഖാക്കന്മാരെ പിണറായിയുടെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിനകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കെ ശൈലജ പരാജയപ്പെടുവാൻ ഇതിൽ പരം മറ്റൊന്നും വേണ്ട എന്നുകൂടി സൂചന നൽകുകയാണ്
ഈ തരത്തിലുള്ള വാർത്തകളും ഒപ്പം തന്നെ ബോംബ് സ്ഫോടനമടക്കമുള്ള ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളും. ഇത് CPM-നെ അവതാളത്തിലാക്കുകയും ഒപ്പം തന്നെ കെ ശൈലജയെ പരാജയപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.